മലബാറിലെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്നും അടർത്തി മാറ്റാനാകാത്ത ഏടുകളാണ് മഖ്ദൂം പരമ്പരയുടേതെന്നും മഖ്ദൂം വംശജരുടെ ക്രാന്തദർശിത്വവും അനുഭവസമ്പത്തും സാമൂഹിക തൽപരതയും ശ്രദ്ധേയമായിരുന്നുവെന്നും ഹജ്ജ്, വഖഫ്, ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള പണ്ഡിതർ മതത്തെയും വിജ്ഞാനത്തെയും വ്യത്യസ്ത തലങ്ങളിൽ ഒതുക്കി നിർത്താനും സാധാരണ ജനങ്ങളെ വിജ്ഞാന സമ്പാദനത്തിൽ നിന്നും അകറ്റി നിർത്താനും ശ്രമിച്ചപ്പോൾ വിജ്ഞാന സമ്പാദനം വിശ്വാസിക്ക് തിളക്കമേകുന്ന ഒന്നാണ് എന്ന് തെളിയിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു മഖ്ദൂമുകൾ എന്നും മന്ത്രി പറഞ്ഞു. മഖ്ദൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി PSMO കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മഖ്ദൂമിയം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ഇന്നിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ മഖ്ദൂമാർ ഈ രാജ്യത്തിന് നൽകിയുള്ള സംഭാവനകളെ, പൊതുസമൂഹത്തിന് നൽകിയുള്ള സംഭാവനകളെ കുറിച്ച്, അവർ ഇടപെട്ട രീതിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കാം. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. മഖ്ദൂം കുടുംബം കേരള സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മോയിൻ മലയമ്മയും മഖ്ദൂമുമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ പ്രൊഫസർ AP അബ്ദുൾ വഹാബും പൈതൃക സംരക്ഷണത്തിലെ മഖ്ദൂദി സാധ്യതകൾ ഡോക്ടർ PP അബ്ദുൾ റസാഖും പ്രഭാഷണങ്ങൾ നടത്തി. മുൻ മന്ത്രി നാലകത്ത് സൂപ്പി, കോളേജ് മാനേജർ MK ബാബ, പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ് അബ്ദുൾ ഗഫൂർ മുസ്ലിയാരത്ത്, ഷംസുദ്ദീൻ പുതിയക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മഖ്ദൂം കുടുംബാംഗങ്ങളായ നൂറുകണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, തിരൂരങ്ങാടി.